ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി തയ്യാറാക്കിയാലോ. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ സ്വീറ്റ് ബോണ്ട എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ചായക്കട സ്പെഷ്യൽ ഉണ്ടംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഉണ്ടംപൊരി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. 2 നുള്ളു ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ചെറുപഴമാണ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളത്. പാളയംകോടൻ പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം വെച്ചിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഈ പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്ത ഈ പഴം ഈ കൂട്ടിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് ശർക്കര പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം അല്പം ചെറു ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോണ്ട തയ്യാറാക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വീതം ഇതുപോലെ ഈ ബോണ്ടയുടെ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. എന്നിട്ട് വേണം ഈ ബോണ്ട വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം അങ്ങ് കറുത്തു പോവുകയും ഉള്ളിൽ വെന്ത് വരികയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ബാച്ചിൽ 6 എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. 1/2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 10 ബോണ്ട നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. എല്ലാ വശവും ഒരുപോലെ നല്ല ഡാർക്ക് കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഈ ബോണ്ട. അങ്ങനെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചായക്കട സ്പെഷ്യൽ ബോണ്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായക്കട സ്പെഷ്യൽ ബോണ്ടയാണിത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്